ഹലോ, ഇന്ന് കാണിക്കുന്നത് കുറച്ച് നാൾ മുന്നേ ഞാൻ സിംഗിൾ മെഷീനിൽ സ്കാൽപ്പ് വർക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് കമൻറ്റ്സ് വന്നിരുന്നു ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എംബ്രോയ്ഡറി ത്രെഡും ബോൾ ത്രെഡും സിൽക്ക് ത്രെഡും ഒക്കെയാണ്. ഈ വീഡിയോയിൽ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് എംബ്രോയ്ഡറി ത്രെഡാണ്. അത് വെച്ചിട്ട് എങ്ങനെയാണ് നോർമൽ മെഷീനിൽ സ്കാൽപ്പ് വർക്ക് ചെയ്യുന്നതെന്നാണ് കാണിച്ചു തരുന്നത്. അതല്ലാതെ നമുക്ക് ബോൾ ത്രെഡും യൂസ് ചെയ്യാം. ഇത് രണ്ടും നല്ല ഫിനിഷിങ് തരും നമുക്ക്. പിന്നെ സിൽക്ക് ത്രെഡ് ഞാൻ അത്ര പ്രിഫർ ചെയ്യത്തില്ല, എന്നാലും നമുക്ക് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് പേപ്പർ കട്ടിങ്സ് വേണം. ഇതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞു തരാം. നമുക്ക് ആദ്യം നമ്മൾ ഏത് മെറ്റീരിയലാണോ സ്കാൽപ്പ് വർക്ക് ചെയ്യുന്നത് അതെടുക്കുക. ഇത് ഞാൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കാണിച്ചു തരുന്നൊരു വീഡിയോ ആയതുകൊണ്ട് പിന്നെ ഞാൻ ആദ്യം ചെയ്തേക്കുന്നത് ഈ സ്റ്റെൻസിൽ വെച്ചിട്ടാണ്. ഇത് നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ ബുക്കിൻ്റെ പുറത്തെ ആ കവറിങ് വെച്ചിട്ട് ഉണ്ടാക്കിയേക്കുന്ന സ്റ്റെൻസിലാണ്. ഇതിൽ നമ്മൾ സ്റ്റെൻസിലിൻ്റെ ആ ഷേപ്പ് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അതല്ലാതെ നമുക്ക് സ്റ്റെൻസിൽ മേടിക്കാനും കിട്ടും. പിന്നെ നമ്മൾ ബോബിനിൽ ഈ എംബ്രോയ്ഡറി ത്രെഡ് റോൾ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് കേസിൽ ഇങ്ങനൊരു സ്ക്രൂ ഉണ്ടാവും. ഇതൊന്ന് ലൂസ് ചെയ്യുക, എന്നാൽ മാത്രമേ നമ്മുടെ ത്രെഡ് കേസിൻ്റെ ഉള്ളിൽ കൂടെ കയറുകയുള്ളൂ. അത് കയറിയാൽ മാത്രമേ നമുക്ക് വൃത്തിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓവർ ടൈറ്റായിട്ടും ഓവർ ലൂസായിട്ടും ഇരുന്ന് കഴിഞ്ഞാൽ സ്കാൽപ്പിന് അത്ര ഫിനിഷിങ് ഉണ്ടാവത്തില്ല. പേപ്പർ കട്ടിങ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ നോർമൽ മെഷീനിലാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ ജോർജറ്റാണ്. സോ കുറച്ച് കട്ടി കുറവായിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് സ്കാൽപ്പ് വർക്ക് ചെയ്യുമ്പം കുറച്ച് ഫിനിഷിങ് കിട്ടാനും പിന്നെ ഈ ചുരുണ്ട് ഇരിക്കാതിരിക്കാനും കൂടെയാണ് പേപ്പർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ല വൃത്തിക്ക് നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടും. അതുകൊണ്ട് പേപ്പർ കട്ടിങ്സ് യൂസ് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് നോക്കുക. അതല്ല നിങ്ങൾ കട്ടിയുള്ള തുണിയാണ് എടുക്കുന്നതെങ്കിൽ പേപ്പർ കട്ടിങ് വെക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് നമുക്ക് മാർക്ക് ചെയ്തിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ മുകളിൽ നോർമൽ ത്രെഡ് ഇടുക. താഴെയാണ് നമ്മൾ എംബ്രോയ്ഡറി ത്രെഡ് ഇട്ടേക്കുന്നത്. റോങ് സൈഡ് മുകളിലും നല്ല ഭാഗം താഴെ ഇട്ട് വേണം തയ്ക്കാൻ. നമ്മൾ തയ്ച്ച് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടും. ഇത് നമുക്ക് ഒരു ലെയറിൽ നിർത്താം, വേണമെങ്കിൽ 2 ലെയർ 3 ലെയർ എത്ര വേണമെങ്കിലും സ്കാൽപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഈ പേപ്പർ കീറിക്കളയുക. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് സോൾഡറിങ് ചെയ്യണം. അതിന് സോൾഡറിങ് അയൺ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ചന്ദനത്തിരി എടുത്തിട്ട് ഇങ്ങനെ ചെയ്താൽ മതി, നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. സോ ഇങ്ങനെയാണ് സിംഗിൾ മെഷീനിൽ ഞാൻ നോർമലായിട്ട് സ്കാൽപ്പ് വർക്ക് ചെയ്യുന്നത്.